നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗവർണർക്കെതിരെ മറ്റ് കോളേജുകളിലും SFIയുടെ പ്രതിഷേധം. ഒറ്റപ്പാലം NSS കോളേജിൽ ഗവർണർക്കെതിരെ ഗോ ബാക്ക് ബാനർ. ആവശ്യമെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ബാനറുകൾ ഉയർത്തുമെന്നും SFI നേതാക്കൾ. ഒറ്റപ്പാലത്ത് UDFൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള പോര് മുറുകുന്നു. പാലാട്ട് റോഡ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കായി ലീഗിനെ ക്ഷണിച്ചില്ലെന്ന് ആവർത്തിച്ച് നേതാക്കൾ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF യോഗം ചേർന്നിട്ടുണ്ടെങ്കിൽ തെളിവ് ഹാജരാക്കണമെന്നും നേതാക്കൾ. കുമരമ്പത്തൂർ തെങ്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഏനാനിമംഗലം തൂക്കുപാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ ഇരുമ്പുപാളികളും സ്ക്രൂകളും തുരുമ്പെടുത്തു തുടങ്ങി. പാലം അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം. ചെർപ്പളശ്ശേരി നഗരസഭയിൽ രണ്ടാമത് ജനകീയാരോഗ്യ കേന്ദ്രം വീരമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു. പി മമ്മിക്കുട്ടി MLA ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. പെരിന്തൽമണ്ണയ്ക്ക് ഫുട്ബോൾ ആവേശം പകർന്ന ഖത്തർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി. ആദ്യ മത്സരത്തിനു തന്നെ സ്റ്റേഡിയം നിറഞ്ഞ കാണികൾ. മത്സരം കാണാൻ സ്ത്രീകളും. വിശദമായ വാർത്തകൾ നോക്കാം. ഒറ്റപ്പാലം NSS കോളേജിലും ഗവർണർക്കെതിരെ ബാനർ ഉയർത്തി SFI. സംസ്ഥാന വ്യാപകമായി SFI നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് NSS കോളേജിലും ഗവർണർക്കെതിരെ ബാനർ ഉയർത്തിയത്. ഗവർണറും SFI പ്രവർത്തകരും തമ്മിലുള്ള പോര് മുറുകുന്നതിനിടെയാണ് ഒറ്റപ്പാലത്ത് NSS കോളേജിന് മുന്നിലായി ഗോ ഗവർണർ ഗോ ബാക്ക് എന്നെഴുതിയ ബാനർ ഉയർന്നത്. കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ SFI പ്രവർത്തകർ ഗവർണർക്കെതിരെ സ്ഥാപിച്ച ബാനറുകൾ പോലീസ് അഴിച്ചുമാറ്റിയിരുന്നു. ഗവർണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പോലീസ് നടപടി. മണിക്കൂറുകൾക്കകം തന്നെ SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടുന്ന നേതാക്കൾ അതേ സ്ഥാനത്ത് പുതിയ ബാനറുകളും സ്ഥാപിച്ചിരുന്നു. കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണറുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കോളേജിന് മുന്നിൽ ബാനർ സ്ഥാപിച്ചതെന്ന് SFI പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് K. പ്രേംജിത്ത് പറഞ്ഞു. വിഷയത്തിൽ ഏരിയയിലെ മുഴുവൻ ക്യാമ്പസുകളിൽ വേണമെങ്കിൽ ബാനർ സ്ഥാപിക്കുമെന്നും പ്രേംജിത്ത് കൂട്ടിച്ചേർത്തു. കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ഗവർണറുടെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭം SFIയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളിലും മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് ഗവർണർ ഒരു അനൗദ്യോഗിക പരിപാടിക്കകത്ത് പങ്കെടുക്കാനെത്തിയ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ ആകെ വെല്ലുവിളിക്കുകയും SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തുന്ന സമരങ്ങളെ പുച്ഛിച്ച് അതിനെ വെല്ലുവിളിച്ച് മറികടക്കാൻ വേണ്ടി കഴിയുമെന്ന വ്യാമോഹവുമായ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവർണറെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബന്ദിയാക്കി SFIക്കാർ നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ക്യാമ്പസുകളെല്ലാം ഇന്ന് ഗവർണറുടെ ഇത്തരത്തിലുള്ള കാവ്യവൽക്കരണ നയങ്ങൾക്കെതിരെ മുഴുവൻ ക്യാമ്പസുകളും ബാനറുകളിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തും എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളിലും ഒറ്റപ്പാലം ഏരിയക്കകത്തെ മുഴുവൻ ക്യാമ്പസുകളിലും ആ നിലയിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഗവർണറുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് മുഴുവൻ ക്യാമ്പസിന്റെ കവാടങ്ങളിലും ഇത്തരത്തിലുള്ള ബാനറുകൾ ഗവർണർക്കെതിരായി കേരളത്തിന്റെ വികാരമുയർത്തി കാണിക്കുന്ന നിലയിലേക്ക് SFI സ്ഥാപിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലത്ത് UDFൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. പാലാട്ട് റോഡ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ലീഗിനെ ക്ഷണിച്ചതിൽ തെളിവ് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. കഴിഞ്ഞ ദിവസം നടന്നത് UDF യോഗമല്ലെന്ന് ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലാട്ട് റോഡ് വാർഡിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെതിരെ UDF നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ ആരോപണങ്ങൾക്കെതിരെ മറുപടിയുമായാണ് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി രംഗത്തെത്തിയത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നവംബർ മാസത്തിൽ UDF യോഗം ചേർന്നിട്ടില്ലെന്നും യോഗം ചേർന്നു എന്ന് പറയുന്നവർ അതിനുള്ള തെളിവ് കാണിക്കട്ടെയെന്നും കഴിഞ്ഞ ദിവസം ചേർന്നത് UDF യോഗമല്ലെന്നും മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ പറഞ്ഞു. നവംബർ മാസത്തിൽ UDF അങ്ങനെ ചേർന്നിട്ടേ ഇല്ല. വാദത്തിന് വേണ്ടി അംഗീകരിക്കണമെങ്കിൽ ഒക്ടോബർ 5-ന് ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ ഒരു മഹിളാ കോൺഗ്രസിന്റെ പ്രോഗ്രാം ഉണ്ടാകും. ഒക്ടോബർ 5-ന് മഹിളാ കോൺഗ്രസിന്റെ പ്രോഗ്രാം ഉണ്ടാകും. അന്ന് ഈ പാലാട്ട് റോഡ് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചയേ അല്ല. ആ സമയത്ത് ഉണ്ടാകും. ആ സമയത്ത് ഞാൻ ലീഗിൻ്റെ ഭാഗത്തിന് ഞാൻ പങ്കെടുത്തിരുന്നു. ഇവിടെ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കാസിം പങ്കെടുത്തിരുന്നു. പിന്നെ നിയോജകമണ്ഡലം ലീഗിൻ്റെ ഭാരവാഹികളും ഒക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് തീരുമാനിച്ചത് UDFൽ സംവിധാനം ഒറ്റപ്പാലത്ത് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതിന് കോൺഗ്രസിന് ഇത്ര ആൾക്കാർ, മുസ്ലിം ലീഗിന് ഇത്ര ആൾക്കാർ, മറ്റു ഘടകകക്ഷികളിൽ ഇത്ര ആൾക്കാർ, ഇവരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു യോഗം വിളിക്കാൻ മാത്രം തീരുമാനിച്ചു. മറ്റു കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. UDF യോഗമല്ല. അല്ലല്ല, UDF യോഗമല്ല. UDF യോഗം ചേരണമെങ്കിൽ കോൺഗ്രസ് ഇല്ല UDF യോഗം. മറിച്ചു ഒന്നിനാണ്. കോൺഗ്രസ്
ഇല്ലാതെ UDF യോഗമാവില്ല. ഇല്ലാതെ UDF യോഗം. Yes. UDFിൽ ഭിന്നിപ്പുണ്ടാക്കി മുതലെടുപ്പ് നടത്തുന്ന രാഷ്ട്രീയ തന്ത്രമാണ് CPM നടത്തുന്നത്. അതിന് മുസ്ലിം ലീഗ് അല്ല കൂട്ടുനിൽക്കുന്നതെന്നും അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നും ജലീൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ UDF എന്ന നിലയിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഒന്നിച്ചു നിന്നാൽ വിഷയങ്ങളൊക്കെ പരിഹരിക്കാവുന്നതാണ്. പക്ഷേ എല്ലാ ഘട്ടങ്ങളിലും ഈ ഭിന്നിപ്പുണ്ടാക്കി മുതലെടുക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണ് CPM ഉപയോഗപ്പെടുത്തുന്നത്. അതിൽ മുസ്ലിം ലീഗ് അല്ല അതിൽ കൂട്ടുനിൽക്കാറുണ്ട്. കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗ് കൂട്ടുനിൽക്കാറുണ്ട്. CPM ആണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. യെസ്. അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുന്നതിനായി അടുത്ത ദിവസം യോഗം ചേരുമെന്നും ലീഗ് നേതൃത്വം അറിയിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PP മുഹമ്മദ് ഖാസിം, മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് P ഖാസിം തുടങ്ങിയവർ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി നഗരസഭയ്ക്ക് കീഴിൽ രണ്ടാമത് ജനകീയ ആരോഗ്യ കേന്ദ്രം വീരമംഗലം ഉങ്ങിൻതറയിൽ പ്രവർത്തനം ആരംഭിച്ചു. P മമ്മിക്കുട്ടി MLA ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയിലെ സമഗ്ര ആരോഗ്യ സംരക്ഷണം പ്രാവർത്തികമാക്കുന്നതിന് നാഷണൽ ഹെൽത്ത് മിഷനുമായി സഹകരിച്ചാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. വീരമംഗലം ഉങ്ങിൻതറയിൽ ആരംഭിച്ച ആരോഗ്യ കേന്ദ്രം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ജനകീയ ആരോഗ്യ പരിപാലന കേന്ദ്രമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ലഭ്യമായ ഔദ്യോഗിക ഡിപ്പാർട്ട്മെന്റ് സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തി ഈ വീരമംഗലം പ്രദേശത്ത് ഇന്ന് ഇവിടെ പ്രാവർത്തികമായിട്ടുള്ളത്. നേരത്തെ ഒന്ന് കാർമണ്ണയിൽ ഉദ്ഘാടനം ഞങ്ങളൊക്കെ തന്നെ അതിൽ പങ്കെടുത്തിരുന്നു. വളരെ നല്ല നിലയിൽ അത് അവിടെ ആസൂത്രണം ചെയ്യപ്പെടുകയും അതിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും അതിൻ്റെ പ്രയോജനം ഇന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഫാർമസി ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C കമല നിർവഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷരായ VP സമീജ്, KT പ്രമീള, സഫന പാറക്കൽ, K മിനി, VT സാദിഖ് ഹുസൈൻ, തൃക്കടീരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അംഗം KP മണികണ്ഠൻ, നഗരസഭാ കൗൺസിലർമാരായ P വിഷ്ണു, KM ഇസാക്ക്, K സൗമ്യ, അനീസ, മിശ്രിയ, സെക്രട്ടറി VT പ്രിയ, ജില്ലാ അർബൻ കോർഡിനേറ്റർ ഡോക്ടർ R സാന്ദ്ര, ഡോക്ടർ ശുഭ, ഫാർമസിസ്റ്റ് സൂര്യ, CDS മെമ്പർമാർ, ആശാവർക്കർമാർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിൽ 3 വർഷത്തിനിടെ 375 മുങ്ങിമരണങ്ങൾ. വർദ്ധിച്ചുവരുന്ന മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കുന്നതിനായി 8ാം ക്ലാസ് മുതലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകാൻ ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗം തീരുമാനിച്ചു. മലപ്പുറം ജില്ലയിൽ 2021 ജനുവരി മുതൽ 2023 ഡിസംബർ വരെയുള്ള കാലയളവിൽ 375 മുങ്ങിമരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2021 108ഉം 2022 140ഉം 2023 ഇതുവരെയായി 127 മുങ്ങിമരണങ്ങളുമാണ് ഉണ്ടായത്. ജലാശയങ്ങളിൽ വീണുണ്ടാവുന്ന അപകടങ്ങൾക്ക് ഇരയാവുന്നത് കൂടുതലും കുട്ടികളാണ്. 56 കുട്ടികളുടെ മുങ്ങിമരണങ്ങളാണ് ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തിരൂർ, തിരൂരങ്ങാടി, പൊന്നാനി, പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങളുണ്ടായത്. ജലാശയങ്ങൾ വൃത്തിയാക്കാനും അപകട സാധ്യത ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിളിച്ചു ചേർത്ത യോഗം തീരുമാനിച്ചു. ജലാശയങ്ങളുടെ കരകളിൽ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും ആവശ്യമുള്ള കുളങ്ങളിൽ പടികൾ നിർമ്മിക്കുന്നതിനും ജൈവവേലികൾ സ്ഥാപിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. ക്രിസ്മസ് അവധിക്ക് മുമ്പായി എല്ലാ സ്കൂളുകളിലും അസംബ്ലികൾ വിളിച്ചു ചേർത്ത് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകണം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ DTPCയുടെ ലൈഫ് ഗാർഡുകളുടെ പ്രവർത്തനം ഊർജിതമാക്കും. ബീച്ചുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും. മുങ്ങിമരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ വീഡിയോ തയ്യാറാക്കി സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ പോലീസ്, ഫയർഫോഴ്സ്, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, IPRD തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുള്ള ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കുലുക്കലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. മൈനോരിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ അസീസ് പട്ടാമ്പി ധർണ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ പിഞ്ചു ബാലികയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്തി നീതി നടപ്പിലാക്കുക എന്ന ആഹ്വാനവുമായി KPCCയുടെ നിർദ്ദേശപ്രകാരം മകളെ മാപ്പ് എന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിച്ചു വരുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് കുലുക്കലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളയങ്കാവ് സെന്ററിൽ ധർണ നടത്തിയത്. മൈനോരിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ അസീസ് പട്ടാമ്പി ധർണ ഉദ്ഘാടനം ചെയ്തു.
ഡിവൈഎഫ്ഐക്കാരനായ അർജുൻ കെട്ടിത്തൂക്കിയത്. അന്ന് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞു, ഇതിന്റെ പുറകിൽ ഡിവൈഎഫ്ഐക്കാരാണ്. കേസ് എവിടെയും എത്തില്ല, കേസ് തേച്ച് മാച്ച് വിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് KPCC പ്രസിഡന്റും VD സതീശനടക്കമുള്ള നേതാക്കന്മാർ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു. അന്നെല്ലാം പിണറായി വിജയൻ പറഞ്ഞത് പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്നുള്ളതാണ്. പിണറായിയുടെ വാക്കും പഴയ ചാക്കും ഒരേപോലെയായിരിക്കുകയാണ് ഇപ്പോൾ. അവിടെ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യം പറഞ്ഞത് കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാള് കഴുത്തിൽ മുറുകിക്കൊണ്ടാണ് ആ പിഞ്ചു ബാലിക മരിച്ചത് എന്നുള്ളതാണ്. നോക്കണം നിങ്ങൾ, നമ്മുടെ പോലീസിന്റെ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ പോലീസിന്റെ വീഴ്ചയിൽ ആദ്യം വന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിന് ശേഷമാണ് അത് പീഡനമാണ് എന്ന് തെളിഞ്ഞത്. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായി EK മുഹമ്മദ് കുട്ടി ഹാജി, രാജൻ പൂതനായിൽ, ഗഫൂർ MK, ഇബിനു മപ്പാട്ടുകര, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ, INTUC മണ്ഡലം പ്രസിഡന്റ് ഗിരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബിൽ, MP ഉമ്മർ, കൊലവൻ, ഹരീഷ്, ജമാൽ മപ്പാട്ടുകര, മുനവർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കുമരമ്പത്തൂർ തെങ്കര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏനാനിമംഗലം തൂക്കുപാലം തുരുമ്പെടുക്കുന്നു. 4 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത പാലത്തിന് ഇതുവരെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. അറ്റകുറ്റപ്പണി നടത്തേണ്ടത് പഞ്ചായത്തിന്റെ ചുമതലയാണ്. 2018 ഡിസംബർ 31 പാലം തുറന്നുകൊടുത്തത്. N ഷംസുദ്ദീൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 80 ലക്ഷം രൂപ ചെലവിലാണ് പാലം നിർമ്മിച്ചത്. കുമരമ്പത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്ന മുസ്തഫ വറോഡൻ മുൻകൈയെടുത്താണ് കുന്തിപ്പുഴയ്ക്ക് കുറുകെ ഏനാനിമംഗലത്ത് പാലം സ്ഥാപിച്ചത്. പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് പഞ്ചായത്താണ്. 4 വർഷമായിട്ടും പെയിന്റ് പോലും അടിച്ചിട്ടില്ല. ഇത് കാരണം പാലത്തിന്റെ ഇരുമ്പുപാളികയും സ്ക്രൂകളും തുരുമ്പെടുത്തു തുടങ്ങി. ഈ നില തുടർന്നാൽ താമസിക്കാതെ പാലം ഉപയോഗശൂന്യമാകും. തൂക്കുപാലം യാഥാർത്ഥ്യമായതോടെ തെങ്കര പഞ്ചായത്തിലെ കൈതച്ചിറ, മാസപ്പറമ്പ്, മുക്കാട്, കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ഏനാനിമംഗലം, പുതുകുടി, എടേരം എന്നിവിടങ്ങളിലുള്ളവർക്ക് മറുകര കടക്കാൻ മണ്ണാർക്കാട് വഴി ചുറ്റിത്തിരിയേണ്ട സ്ഥിതി ഒഴിവായിരുന്നു. ഒരു ചെറിയ ഇടവേള. വാർത്തകൾ തുടരുന്നു. 51ാമത് ഖാദർ അലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ആവേശകരമായ തുടക്കം. ടൂർണമെന്റ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യ മത്സരത്തിൽ മെഡിഗാർഡ് അരീക്കോട് AYC ഉച്ചാരക്കടവിനെ പരാജയപ്പെടുത്തി. ആയിരത്തി 1950കളിൽ കാൽപന്തുകളിയിൽ പെരിന്തൽമണ്ണയ്ക്ക് പേരും പ്രശസ്തിയും നേടിക്കൊടുത്ത ഖാദറിൻ്റെയും മുഹമ്മദ് അലിയുടെയും നാമധേയത്തിലുള്ള ഖാദർ അലി ക്ലബ്ബ് സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമായി. ഉദ്ഘാടന മത്സരം തന്നെ കാണാൻ ഫുട്ബോൾ പ്രേമികൾ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു. സ്ത്രീകളും ഫുട്ബോൾ മത്സരം കാണാനെത്തിയിരുന്നു. 24 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ മെഡിഗാർഡ് അരീക്കോടും AYC ഉച്ചാരക്കടവും തമ്മിലായിരുന്നു ആദ്യ മത്സരം. ഉദ്ഘാടന മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മെഡിഗാർഡ് അരീക്കോട് AYC ഉച്ചാരക്കടവിനെ പരാജയപ്പെടുത്തി. മുന്നേറ്റ താരങ്ങളായ മുഹമ്മദ്, ഷാഫി, പ്രതിരോധ താരം ഷബീർ എന്നിവരാണ് ഗോളുകൾ നേടിയത്. മെഡിഗാർഡ് അരീക്കോടിന്റെ മുഹമ്മദ് മത്സരത്തിലെ മികച്ച കളിക്കാരനായി. നജീബ് കാന്തപുരം MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു.
നമുക്ക് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ കാദർലി ഫുട്ബോൾ ഈ പെരിന്തൽമണ്ണ നഗരത്തിലേക്ക് കൊണ്ടുവന്നതിന് ഞാൻ ആദ്യമായിട്ട് സന്തോഷം അറിയിക്കാം. കാരണം കഴിഞ്ഞ തവണ സത്യം പറഞ്ഞാൽ കാദർലി ക്ലബിൻ്റെ മത്സരം നമ്മളൊക്കെ പട്ടിക്കാട് പോയി കാണേണ്ടി വന്നിട്ടുണ്ട്. ഇത്തവണ ഇങ്ങോട്ട് തന്നെ വന്നതിൽ സന്തോഷമുണ്ട്. നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷത വഹിച്ചു. കാദർലി ക്ലബ്ബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി, ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ പച്ചേരി ഫാറൂഖ്, ട്രഷറർ മണ്ണിൽ ഹസൻ, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോയൽ മുസ്തഫ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മലപ്പുറം ADM NM മെഹർ അലി, നഗരസഭാ കൗൺസിലർ ഉസൈന നാസർ, മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് U അബ്ദുൽ കരീം, KPCC സെക്രട്ടറി V ബാബുരാജ്, CPM ഏരിയ സെക്രട്ടറി E രാജേഷ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, BJP ജില്ലാ സെക്രട്ടറി B രതീഷ്, H മുഹമ്മദ് ഖാൻ, വ്യാപാര സംഘടനാ പ്രതിനിധികൾ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ട പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 2 വർഷം ഗോൾ കീപ്പറായ പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ, പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കാദർലി ക്ലബിന്റെ സെക്രട്ടറി പച്ചേരി ഫാറൂഖ്, സൗത്ത് ഏഷ്യൻ സബ് ജൂനിയർ നയൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീം ക്യാപ്റ്റനും പെരിന്തൽമണ്ണ സ്വദേശിയുമായ മുഹമ്മദ് ഒസാമ, സംസ്ഥാന സർക്കാരിന്റെ ഫയർ സർവീസ് പുരസ്കാരം നേടിയ അബ്ദുൾ സലീം എന്നിവരെയാണ് ആദരിച്ചത്. ടൂർണമെന്റിന്റെ ഭാഗമായി എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള 40 വയസ്സിന് മുകളിലുള്ളവരുടെ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റും 20 വയസ്സിന് താഴെയുള്ളവരുടെ ഫുട്ബോൾ ടൂർണമെന്റും ഇതോടൊപ്പം നടന്നുവരുന്നുണ്ട്. ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മുഴുവനായും പെരിന്തൽമണ്ണയിലെ കലാകായിക മേഖലയുടെ വളർച്ചയ്ക്കും ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് വിനിയോഗിച്ചു വരുന്നത്. വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് താഴെത്തട്ട് മുതൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് മണ്ണാർക്കാട് നഗരസഭയിലെ കുടു ബിൽഡിംഗിലാണ് സ്വീകരണം ഒരുക്കിയത്. FPU ഡയറക്ടർ P മനോജ് ഉദ്ഘാടനം ചെയ്തു. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് സംസ്ഥാന സർക്കാർ കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുകയാണെന്ന് മനോജ് പറഞ്ഞു. ജൽജീവൻ മിഷൻ 10 കോടി കണക്ഷനാണ് കേന്ദ്രം കൊടുത്തിട്ടുള്ളത്. അതിൽ 20 ലക്ഷം കണക്ഷൻ കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ PM ആവാസ് യോജന, അതിൽ 4.12 കോടി വീടുകൾ കൊടുത്ത് 2 ലക്ഷം വീടുകൾ കേരളത്തിലാണ്. സ്വച്ഛ ഭാരത് മിഷൻ നമുക്കറിയാം, നമ്മുടെയൊക്കെ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട്, കക്കൂസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ തരത്തിൽ സ്വച്ഛ ഭാരത് മിഷൻ 11 കോടി വീടുകളിൽ ശൗചാലയമുണ്ട്. അതിൽ 2.4 ലക്ഷം വീടുകൾ ഇന്ന് കേരളത്തിലാണ്. നമ്മൾ കളിയാക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖല ഏറ്റവും കൂടുതൽ കൊള്ളലാഭം കൊയ്യുന്നത് ഇവിടുത്തെ മെഡിസിൻ വിൽക്കുന്ന ആളുകളാണ്. ഇവിടെ മരുന്ന് കമ്പനികളാണ് കൊള്ളലാഭം കൊയ്യുന്നവരാണ്. അതിനെ തടയിടാൻ വേണ്ടി സാധാരണക്കാർക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ജനൌഷധി ഉണ്ടാക്കിയ സമയത്ത് വലിയ തോതിൽ അതിനെ പ്രചരണം നടന്നു. ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ നിങ്ങൾക്ക് ചെറിയ വിലയ്ക്ക് കിട്ടുന്നു. 100 രൂപയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് കിട്ടുമ്പോൾ വെറും 10 രൂപയ്ക്ക് അല്ലെങ്കിൽ അതിലും താഴെ പൈസക്കാണ് ഇവിടെ ജനൌഷധി എന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പല ആളുകളും പറയുന്നു, നിങ്ങൾ നോക്കൂ, അവിടെ വില കൂടിയ മരുന്നുണ്ട്, അപ്പൊ അതിന് ഗുണനിലവാരമുണ്ട്, വില കുറഞ്ഞ മരുന്നിന് ഗുണനിലവാരമില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കൂ. ഇന്ന് ജനൌഷധികളുടെ മുന്നിൽ ക്യൂ ആണ്. മുദ്ര ലോൺ, ഉജ്ജ്വല സ്കീം, ലോൺ അനുമതി പത്രങ്ങൾ, ആയുഷ്മാൻ ഭാരത്, PM വിശ്വകർമ്മ യോജന, ആധാർ സേവനങ്ങൾ, BSNL തുടങ്ങിയ സേവനങ്ങൾക്ക് പ്രത്യേകം സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുകയും ഗുണഭോക്താക്കളാക്കുകയും ചെയ്തു. കേന്ദ്ര പദ്ധതികൾ തത്സമയം അപേക്ഷിച്ച് ഉപഭോക്താക്കളാക്കാൻ കഴിയുന്ന വികസിത ഭാരതം എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. നഗരസഭാ കൗൺസിലർ N ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. P അമുദ, സാംസ്കാരിക പ്രവർത്തകൻ KPS പൈനേടം, പ്രശസ്ത ഡയബറ്റോളജിസ്റ്റ് Dr. K സുരേഷ്, കോർഡിനേറ്റർ ബിജു നെല്ലമ്പാനി, കനാറ ബാങ്ക് മാനേജർ അലക്സാണ്ടർ, PNB മാനേജർ വിദ്യ, യൂണിയൻ ബാങ്ക് മാനേജർ പ്രവീൺ ലാൽ, കേരള ഗ്രാമീണ ബാങ്ക് മാനേജർ നിതിൻ തോമസ്, കൃഷിവകുപ്പിലെ P സീമ, പ്രോഗ്രാം നോഡൽ ഓഫീസർ അംജിത്ത് എന്നിവർ പ്രസംഗിച്ചു. പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ഇന്റർനാഷണൽ സെമിനാർ സീരീസിന്റെ ഭാഗമായി പട്ടാമ്പി നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ 3 ദിവസത്തെ ദേശീയ സെമിനാർ തുടങ്ങി. സംസ്കൃത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സെമിനാർ USA ഹാർവാർഡ് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ Dr. TP മഹാദേവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതത്തിലെ പാരമ്പര്യവും അറിവിന്റെ നിർമ്മാണവും സമകാലിക വ്യവഹാരങ്ങൾ ഒരു പുനർചിന്തനം വിഷയത്തിലാണ് സെമിനാർ. That is my whole story, in fact. It begins around 1400 or 1500 BCE and comes up to about 3rd century BCE. This is
more or less the Vedic period that we normally it begins the Vedas, but it comes down to the epic, the Mahabharata. And I am working on, in fact, I almost finished the work, trying to show that the Mahabharata is a sort of byproduct of the Vedas. And for that, we already have work published in the Homeric studies, and we will be able to make some connections that I will go into. So please, this is the general perspectives that you want to keep in mind when I am talking. This tells a story of 4 samhidizations, you might say, to be technical about that. ആസ്ട്രിയയിലെ വിയറ്റ്നാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബോറൈൻ ലാരിസ് മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ CD ദിലീപ് അധ്യക്ഷനായി. ഡോക്ടർ PV രാമൻകുട്ടി, ഡോക്ടർ CM നീലകണ്ഠൻ എന്നിവർ പ്രഭാഷണം നടത്തി. സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ A വാസു, ഡോക്ടർ K രാജൻ, ഡോക്ടർ അനിൽകുമാർ, സഹൽ അഴകൻ, CR കിരഞ്ജിത്ത്, അശ്വതി പ്രകാശ് എന്നിവർ പങ്കെടുത്തു. സെമിനാർ ബുധനാഴ്ച സമാപിക്കും. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ ലോക അറബി ഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. അറബിക് വകുപ്പ് നടത്തിയ ആഡ് ഓൺ കോഴ്സ് ഇൻ PSC വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടത്തി. യമനിലെ ദമർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ അസിസ്റ്റന്റ് അലീം മുഹമ്മദ് അലി അഷാമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് സാംസ്കാരിക വിനിമയം സാധ്യമാക്കിയതിൽ അറബി ഭാഷ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ലാളിത്യവും വിനിമയശേഷിയും അറബി ഭാഷയ്ക്ക് ആധുനിക ലോകത്ത് കൂടുതൽ സ്വീകാര്യത നൽകിയെന്നും വിനോദസഞ്ചാര വാണിജ്യ സർഗാത്മക മേഖലയിൽ അത് സജീവമായി നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. اللغة العظيمة التي لا تكفي هذه الدقائق البسيطة للحديث حول أهميتها. فاللغة العربية يكفيها فخرا أن الله سبحانه وتعالى اختارها لتكون الوسيلة لإيصال دينه إلى الناس، واختارها لتكون لغة لنبيه خاتم النبيين محمد صلى الله عليه وآله وسلم. هي لغة ممتدة وغنية بالمفردات وزاخرة بالمعاني والجماليات. فإذا نظرنا إلى هذه اللغة من الناحية الدينية، الله سبحانه وتعالى يقول في كتابه الكريم. പ്രിൻസിപ്പൽ CD ദിലീപ് അധ്യക്ഷത വഹിച്ചു. AKM ഹദിയത്തുള്ള മുഖ്യപ്രഭാഷണം നടത്തി. അറബിക് വിഭാഗം മേധാവി ഡോക്ടർ P അബ്ദു, ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ PK പ്രതിഭ, അറബി വിഭാഗം മുൻ അധ്യാപകൻ K മുഹമ്മദ് അഷ്റഫ്, കോളേജ് യൂണിയൻ ചെയർമാൻ AK മുഹമ്മദ് സഹൽ, അറബിക് അസോസിയേഷൻ സെക്രട്ടറി ഉനൈസ് M മുഹമ്മദ് ഷാ, ഡോക്ടർ KA ഹമീദ്, ഡോക്ടർ VM ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. ആഡ് ഓൺ കോഴ്സ് റാങ്ക് ജേതാക്കളായ K ആയിഷ ഹിബ, MK മുഷ്രിഫ തസ്നീം, S ശ്രീനിധി എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ പ്രകടനങ്ങളും നടന്നു. അരനൂറ്റാണ്ട് മുൻപ് ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ തച്ചനാട്ടുകര സ്വദേശി കാരുതൊടി അയ്യപ്പൻ്റെ ഓർമ്മയ്ക്കായി ചെത്തല്ലൂർ കലാലയം മാമ്പ്ര റോഡിന് ജവാൻ അയ്യപ്പൻ റോഡ് എന്ന പേരിട്ടു. റോഡിൻ്റെ പേര് കൊത്തിയ ശില. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അനാച്ഛാദനം ചെയ്തു. ചെത്തല്ലൂർ കാരുതൊടി ചാത്തു ലക്ഷ്മി ദമ്പതിമാരുടെ മകനായ അയ്യപ്പൻ ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളിൽ 10ാം തരം പൂർത്തിയാക്കി. പിതാവിൻ്റെ സഹോദരൻ കാരുതൊടി പ്രഭാകരൻ സൈന്യത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സുബേദാർ മേജറായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വഴിയിലാണ് അയ്യപ്പനും 20ാം വയസ്സിൽ സൈന്യത്തിൽ ചേരുന്നത്. വെസ്റ്റേൺ ഫ്രണ്ടിലായിരുന്നു സേവനം. അദ്ദേഹത്തിൻ്റെ 25ാം വയസ്സിൽ 1971 ഡിസംബർ 11 വീരമൃത്യു വരിക്കുന്നത്. ടെലിഗ്രാം വഴി മരണവിവരം വീട്ടുകാർ അറിഞ്ഞത് 2 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. ഭൗതിക ശരീരം സൈനികരുടെ അകമ്പടിയോടെ ചെത്തല്ലൂരിൽ എത്തിച്ചിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു ശേഷം ജലന്ധർ അതിർത്തിയിലെ ബങ്കറിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ പാക് വിമാനത്തിൽ നിന്നും സെൽ ആക്രമണം ഉണ്ടായെന്നാണ് പട്ടാളത്തിൽ നിന്നും ലഭിച്ച വിവരം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ചെത്തല്ലൂർ കലാലയം മാമ്പർ റോഡിന് ജവാൻ അയ്യപ്പൻ റോഡ് എന്ന് നാമകരണം ചെയ്തത്. റോഡിൻ്റെ പേര് കൊത്തിയ
റോഡിന്റെ പേര് കൊത്തിയ ശില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അനാച്ഛാദനം ചെയ്തു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പിന്നീട് പഠനവുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളുമൊക്കെ അറിയുമ്പോൾ പോലും മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു, ഇങ്ങനെ നാടിനു വേണ്ടി ത്യാഗം ചെയ്ത മനുഷ്യരെ, ഈ നാടിനു വേണ്ടി ജീവൻ സമർപ്പിച്ചവരെ വരും തലമുറക്ക് അവരെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന തരത്തിൽ നമ്മൾ ഇക്കാലം അത്രയും ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും മനസ്സിലുണ്ടായിട്ടുണ്ട്. വാർഡംഗം P. രാധാകൃഷ്ണൻ അധ്യക്ഷനായി. E. ഗോപാലകൃഷ്ണൻ, ജയരാജൻ കാരുതൊടി, K. ഹരിദാസൻ, P. ഉണ്ണികൃഷ്ണൻ, VP ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കരിങ്കലത്താണി ആസ്ഥാനമായുള്ള ചങ്ങാതിക്കൂട്ടം വാട്സാപ്പ് കൂട്ടായ്മ വയനാട്ടിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചു. ആലിപ്പറമ്പ്, താഴേക്കോട്, തച്ചനാട്ടുകര തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ്മയാണ് ചങ്ങാതിക്കൂട്ടം. 6 വർഷമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂട്ടായ്മ നടത്തി വരുന്നുണ്ട്. KSTA പാലക്കാട് ജില്ലാ പ്രസിഡന്റായി K. അജിലയെയും സെക്രട്ടറിയായി MR മഹേഷ് കുമാറിനെയും തിരഞ്ഞെടുത്തു. 74 അംഗങ്ങളാണ് ജില്ലാ കമ്മിറ്റിയിലുള്ളത്. 2 ദിവസമായി തച്ചമ്പാറയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ സമാപന ദിനത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. സംഘടനാ റിപ്പോർട്ടിന്മേൽ RK ബിനുവും പ്രവർത്തന റിപ്പോർട്ടിന്മേൽ MR മഹേഷ് കുമാറും ചർച്ചകൾക്ക് മറുപടി നൽകി. ക്രെഡൻഷ്യൽ റിപ്പോർട്ട് PG ഗിരീഷ് കുമാർ അവതരിപ്പിച്ചു. 74 അംഗം ജില്ലാ കമ്മിറ്റിയെയും 11 അംഗം ഭാരവാഹികളെയും 28 അംഗം നിർവാഹക സമിതിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ജില്ലാ ട്രഷററായി G. പ്രദീപിനെയും തിരഞ്ഞെടുത്തു. ശ്രീകൃഷ്ണപുരം ഭവന നിർമ്മാണ സഹകരണ സംഘത്തിന്റെ 43ാമത് വാർഷിക പൊതുയോഗം ചേർന്നു. സംസ്ഥാന സർക്കിൾ സഹകരണ യൂണിയൻ പ്രതിനിധി M. മോഹനൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ പിൻബലത്തോടെ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും RBIയുടെയും ശ്രമത്തെ ചെറുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നമ്മുടെ നാട്ടിലെ സഹകരണ മേഖല ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും സഹകരണ മേഖലയെ സമീപിച്ച് ആശ്വാസം കണ്ടെത്താൻ പാകത്തിൽ നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് EC ശ്രീകുമാരൻ അധ്യക്ഷത വഹിച്ചു. P. അരവിന്ദാക്ഷൻ, ഡയറക്ടർമാരായ CA ശങ്കരനാരായണൻ, M. സുകുമാരൻ, വേണു പുഞ്ചപ്പാടം, P. റഹീം, V. ഉഷ, സെക്രട്ടറി മുരളി മോഹനൻ, PT അങ്കപ്പൻ, MC വാസുദേവൻ, N. അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റ് വാർത്തകൾ നോക്കാം. കോട്ടപ്പാടം കൊമ്പം മർക്കസുൽ ഹിദായ സിൽവർ ജൂബിലിയുടെ ഭാഗമായി SYS അലനല്ലൂർ സോൺ സാന്ത്വനം കമ്മിറ്റിയും മദർ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. K. പ്രേംകുമാർ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മർക്കസുൽ ഹിദായയിൽ വെച്ചാണ് പൊതുജനങ്ങൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഹൃദ്രോഗം, ശ്വാസകോശം, കേൾവി പരിശോധന, ജീവിതശൈലി രോഗങ്ങൾ, ENT എന്നീ വിഭാഗങ്ങളിൽ പരിശോധന ഉണ്ടായിരുന്നു. K. പ്രേംകുമാർ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചികിത്സയ്ക്ക് പണം മാനദണ്ഡമാകുന്ന ഒരു ലോകത്ത്, ഒരു കാലത്ത് അതിൽ നിന്ന് മാറി ചിന്തിക്കുകയും എല്ലാവരുടെയും ആരോഗ്യം നമ്മുടെ നാടിന്റെ, സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കണ്ട് ആ നിലയിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. അതിൽ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, സഹകരണ സ്ഥാപനങ്ങളുണ്ട്, മദർ കെയർ പോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. എല്ലാം ചെയ്യുന്നത് സേവനമാണ്. KP മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനായി. അബ്ദുൾ റഷീദ്, ഡോക്ടർ സമീർ ആനക്കച്ചേരി, ഡോക്ടർ ജോൺ മഞ്ഞളി, ഡോക്ടർ അംജദ് ഫറൂഖ്, ഡോക്ടർ ജോർജ് ജേക്കബ്, ഡോക്ടർ സുധർമ്മ ബാലമുരുകൻ, മർക്കസുൽ ഹിദായ മാനേജർ അഷ്റഫ് മൗലവി, അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. JCAയുടെ സോൺ 28 എന്ന പുതിയ മേഖലയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ബ്ലഡ് ബാങ്കിലാണ് ക്യാമ്പ് നടന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. JCI മേഖലാ പ്രസിഡന്റ്
KS ചിത്ര, കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ P ഉണ്ണീൻ, പെരിന്തൽമണ്ണ JCI പ്രസിഡന്റ് ഉഷ പൂർണിമ, സെക്രട്ടറി ആയിഷ രഹ്ന, ട്രഷറർ റഫീഖ് കൊണ്ടോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നീഡ് ബ്ലഡ് കാൾ JC സംരംഭത്തിന്റെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് V ഷംസുദ്ദീൻ ക്യാമ്പിന് നൽകി. ഡിസംബർ 20-ന് കോട്ടയ്ക്കിൽ നടക്കുന്ന JCIയുടെ ജന്മ 28 മേഖലയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. IMA പെരിന്തൽമണ്ണ ബ്രാഞ്ചും മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റും സംയുക്തമായി വളണ്ടിയർ പരിശീലന കോഴ്സ് സംഘടിപ്പിച്ചു. 1ാം ഘട്ട പരിശീലനമാണ് നടന്നത്. സന്നദ്ധ സേവന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ ഭാഗമാവുക, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ അറിവ് നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിശീലനം സംഘടിപ്പിച്ചത്. IMA പെരിന്തൽമണ്ണയും മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച വളണ്ടിയർ പരിശീലന കോഴ്സിന്റെ 1ാം ഘട്ട പരിശീലന ക്ലാസ് പൂർത്തിയായി. മികച്ച ഡോക്ടർക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ഡോക്ടർ ശശിധരന്റെ നേതൃത്വത്തിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പരിശീലനം നടന്നത്. MES മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബ്രജേഷ് രവിവർമ്മ, EMS ഹോസ്പിറ്റലിലെ കാർഡിയാക് അനസ്തോളജിസ്റ്റ് ഡോക്ടർ ആനന്ദ് ശ്രീറാം, കിംസ് അൽഷിഫ എമർജൻസി മെഡിസിൻ വിഭാഗം ഹെഡ് ഡോക്ടർ ഫാസിൽ, മൗലാന ഹോസ്പിറ്റലിലെ ജീവനക്കാരായ സുഹൈബ്, ആനന്ദ് എന്നിവർ വ്യത്യസ്തമായ വിഷയങ്ങളിൽ പരിശീലനം നൽകി. 3 ഘട്ടമായിട്ടുള്ള പരിശീലന ക്ലാസ് പൂർത്തിയാക്കുന്നവർക്ക് ISO അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് നൽകും. മുൻ ജില്ലാ പോലീസ് മേധാവി U അബ്ദുൽ കരീം പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ ട്രോമ കെയർ സെക്രട്ടറി പ്രതീഷ് KP അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ താലൂക്ക് സെക്രട്ടറി റഹീസ് കുറ്റീരി, നഗരസഭാ കൗൺസിലർ പത്തത്ത് ജാഫർ, റിട്ടയർഡ് ഫയർ ഓഫീസർ V അബ്ദുൽ സലീം, യൂണിറ്റ് ലീഡർ ഫവാസ് മങ്കട എന്നിവർ സംസാരിച്ചു. KPSTA ചെർപ്പശ്ശേരി ഉപജില്ലാ അധ്യാപക കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് നടന്നു. കവി ജയറാം പാതാരി ഉദ്ഘാടനം ചെയ്തു. M സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ അരിയൂർ രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് കാലനില്ലാത്ത കാലം എന്ന കവിത അവതരിപ്പിച്ചു. PG ദേവരാജൻ, K രാമദാസ്, B ഉണ്ണികൃഷ്ണൻ, T വിനീത എന്നിവർ സംസാരിച്ചു. വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ, ചത്തുകൊള്ളുവതിനേതും കഴിവില്ല കാലനില്ല. മുത്തച്ഛൻ മുതുക്കണ്ട് മുത്തച്ഛനിരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ള പൂത്തുലഞ്ഞൊരു ഭാരതം, വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം. നിത്യഭാസുര വേദ ചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. ജാതിദ്വേഷമതാന്ത ചിന്തകൾ മാഞ്ഞുപോയൊരു ഭാരതം. കോൺഗ്രസ് കുലുക്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1 ഡേ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. പ്രാദേശിക ടീമുകളെ ഉൾപ്പെടുത്തി നടന്ന ടൂർണമെന്റിൽ KM ഗ്രൂപ്പ് വലിയപറമ്പ് 1ാം സ്ഥാനവും ന്യൂ ഫിനിക്സ് മപ്പാട്ടുകര 2ാം സ്ഥാനവും നേടി. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീൻ, നേതാക്കളായ MK ഗഫൂർ, ജയശങ്കർ കൊട്ടാരത്തിൽ, നിസാർ മപ്പാട്ടുകര, രാജൻ ശീലത്ത്, MP ഉമ്മർ തുടങ്ങിയവരും മറ്റ് പ്രവർത്തകരും നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗവർണർക്കെതിരെ മറ്റു കോളേജുകളിലും SFIയുടെ പ്രതിഷേധം. ഒറ്റപ്പാലം NSS കോളേജിൽ ഗവർണർക്കെതിരെ ഗോ ബാക്ക് ബാനർ. ആവശ്യമെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ബാനറുകൾ ഉയർത്തുമെന്നും SFI നേതാക്കൾ. ഒറ്റപ്പാലത്ത് UDF-ൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള പോര് മുറുകുന്നു. പാലാട്ട് റോഡ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കായി ലീഗിനെ ക്ഷണിച്ചില്ലെന്ന് ആവർത്തിച്ച് നേതാക്കൾ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF യോഗം ചേർന്നിട്ടുണ്ടെങ്കിൽ തെളിവ് ഹാജരാക്കണമെന്നും നേതാക്കൾ. കുമരമ്പത്തൂർ തെങ്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഏനാനിമംഗലം തൂക്കുപാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ ഇരുമ്പുപാളികളും സ്ക്രൂകളും തുരുമ്പെടുത്തു തുടങ്ങി. പാലം അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യം. ചെർപ്പശ്ശേരി നഗരസഭയിൽ 2ാമത് ജനകീയാരോഗ്യ കേന്ദ്രം വീരമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു. P മമ്മിക്കുട്ടി MLA ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. പെരിന്തൽമണ്ണയ്ക്ക് ഫുട്ബോൾ ആവേശം പകർന്ന് ഖദർലി ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി. ആദ്യ മത്സരത്തിനു തന്നെ സ്റ്റേഡിയം നിറഞ്ഞ കാണികൾ. മത്സരം കാണാൻ സ്ത്രീകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.